ഹായ് മക്കളെ, ആദർ സാറാണ്. ഇന്ന് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ജോഗ്രഫിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ മക്കൾ അവസാനം വരെ വീഡിയോ കാണുക. കാരണം എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. എക്സാം വരികയാണ്, അപ്പോൾ ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ നിന്നും ആറാമത്തെ ചാപ്റ്റർ നിന്നുമാണ് എസ് എ ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിശദമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓരോ സ്ഥലം നിൽക്കുന്നതനുസരിച്ച്, ഓരോ സ്ഥാനം നിൽക്കുന്നതനുസരിച്ച്, ഓരോ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ താപനിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്താണ് ഒരാളുടെ ഒരു സ്ഥലമെങ്കിൽ, ഒരു പൊസിഷൻ എങ്കിൽ അവിടെ സൂര്യൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, സൂര്യൻ വെർട്ടിക്കലായിരിക്കും സൂര്യപ്രകാശം കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അവിടെ താപനില കൂടുതലായിരിക്കും. അപ്പോൾ എന്താവുന്നുണ്ട്, ലാറ്റിറ്റ്യൂഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട് അല്ലേ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഉറപ്പാണ്, നമ്മൾ ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചൂട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഡിസ്റ്റൻസ് ഫ്രം ദ സീ, സമുദ്രത്തിൽ നിന്നുള്ള അകലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്, റിലീഫ് വരുന്നുണ്ട് അല്ലേ, ഭൂപ്രകൃതിയും വരുന്നുണ്ട്, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചിരിക്കണം. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്നുള്ളതാണ്. മക്കളെ ഉറപ്പിച്ചോ, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം ഉറപ്പായിട്ടും പഠിക്കുക. ആഗോള മർദ്ദ മേഖലയെ കുറിച്ച് വിശദീകരിക്കുക. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, അതിന്റെ ഇടയിൽ ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് തരും. എന്താ, എന്തുകൊണ്ടാണ് ഉപദ്രവീയ മേഖലയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ചോദ്യം നിങ്ങളെ മുന്നിലേക്ക് വെക്കാം. അല്ലെങ്കിൽ നേരിട്ട് തന്നെ എന്ത് ചോദിക്കാം, എക്സ്പ്ലെയിൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന രീതിയിൽ തന്നെ നിങ്ങളോട് ചോദ്യങ്ങളായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയാലോ. എന്താ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് വെച്ചാൽ, ആഗോള മർദ്ദ മേഖല എന്ന് വെച്ചാൽ എല്ലാ അക്ഷാംശങ്ങൾക്കിടയിലും അന്തരീക്ഷ മർദ്ദം എന്താണ്, ഏറെക്കുറെ ഒരുപോലെയാണ് കാണപ്പെടുന്നത് അല്ലേ. അറ്റ് സർട്ടൻ ലാറ്റിറ്റ്യൂഡ് അറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഓൾമോസ്റ്റ് ദ സെയിം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും ഏകദേശം സെയിം ആയിട്ടാണ് അതിൻ്റെ ഒരു രീതി വരുന്നത് അല്ലേ. നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മർദ്ദ മേഖലകളായിട്ട് പ്രഷർ സോണായിട്ട് അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റുകളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. അതിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സോളാർ എനർജിയും അതുപോലെ തന്നെ എന്തുവാണ്, ഭ്രമണമാണ്, റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോവാം, ആ പ്രഷർ ബെൽറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് കാണാം ഹൈ പ്രഷർ ബെൽറ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോ പ്രഷർ ബെൽറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഉച്ചമർദ്ദ മേഖലയും കാണാൻ പറ്റും, ന്യൂനമർദ്ദ മേഖലയും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ടും പഠിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് കാണാൻ പറ്റും അല്ലേ. അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. അവിടെ എന്താ സംഭവം, അവിടെ എന്തുകൊണ്ടാണ് ലോ പ്രഷറായി മാറിയത്, അവിടെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളത് കൊണ്ടാണ് അല്ലേ. സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, അവിടെ പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്, ലോ പ്രഷറായി മാറുന്നുണ്ട് അല്ലേ, ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്ത പോർഷൻ നോക്കിക്കോ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും താപം ആയിട്ട് ഉയർന്നു പൊങ്ങുന്ന വായു ഉണ്ട് അല്ലേ. അവിടുന്ന് ഏറ്റവും കൂടുതൽ ചൂടായിട്ട് ഉയർന്നു പൊങ്ങുന്ന വായു ഉണ്ട്, എയർ ഉണ്ട്. അത് തണുത്ത് ഭ്രമണത്തിൻ്റെ ഫലമായി എവിടെയാണ് താഴ്ന്നിറങ്ങുന്നത്, ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലാണ്. ഓക്കെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനാണ്. അതുകൊണ്ടാണ് അവിടെ എന്തായിട്ട് മാറുന്നത്, ഹൈ പ്രഷറായിട്ട് മാറുന്നത്. കിട്ടിയല്ലോ. ഓക്കെ, അതിൻ്റെ തൊട്ട് മുകളിൽ ഇത് കാണാമല്ലോ, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അവിടെയൊക്കെ തണുത്ത പ്രദേശമാണ് സത്യത്തിൽ അല്ലേ. നമുക്കറിയാം അവിടെ എന്താണ്, സൂര്യപ്രകാശം വളരെ കുറഞ്ഞ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂനമർദ്ദ മേഖലയാണ്, അല്ലെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു ഉപദ്രവീയ എന്ന് പറഞ്ഞ തണുത്ത മേഖലയാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അവിടെ എന്താണ്, അവിടെ ന്യൂനമർദ്ദ മേഖലയാണ്, ലോ പ്രഷർ ബെൽറ്റ് ആണുള്ളത് അല്ലേ. അങ്ങനെ സംഭവിക്കാവോ, അത് എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ള
എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. എന്തുകൊണ്ടായിരിക്കും? അവിടെ സത്യത്തിൽ തണുത്ത് കിടക്കുന്ന വായു തന്നെയാണുള്ളത്. ഭൗമോപരിതലത്തോട് അടുപ്പിച്ച് അത്രയും തണുത്ത് കിടക്കുന്ന വായു തന്നെയാണുള്ളത്. പക്ഷെ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താ? ഭൂമിയുടെ ഭ്രമണം മൂലം അവിടുന്ന് ആ വായുവിനെ ചുഴറ്റി പുറത്തേക്ക് എറിയപ്പെടുന്നുണ്ട് അല്ലേ, പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്, അവിടെ വായുവിന് ഭാരം അധികം ഇല്ലാത്തത്, അല്ലെങ്കിൽ അവിടെ പ്രഷർ കുറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ എന്തായി മാറിയത്, ന്യൂനമർദ്ദ മേഖലയായിട്ട് അല്ലെങ്കിൽ ലോ പ്രഷർ ബെൽറ്റായിട്ട് മാറിയത്. ലാസ്റ്റ് നമുക്ക് എന്ത് കാണാം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് കാണാം. അറിയാം എന്താണ്, നല്ല തണുത്ത പ്രദേശമാണ്, സൂര്യപ്രകാശം വളരെ എത്താത്തൊരു പ്രദേശമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഉറപ്പായിട്ടും എന്ത് തന്നെയായിരിക്കും, ഹൈ പ്രഷർ ബെൽറ്റ് തന്നെയായിരിക്കും, ഉച്ചമർദ്ദ മേഖല തന്നെയായിരിക്കും. പഠിച്ചല്ലോ, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മക്കൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തൊരു എസ്സേന്റെ ക്വസ്റ്റ്യൻ ആണ്, മഴയുടെ തരങ്ങൾ എന്തൊക്കെയെന്നുള്ള ചോദ്യം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റെയിൻഫാൾ? ഇത് മറ്റു രീതിയിലും ചോദിക്കാം. അതായത് ആ ചിത്രം തന്നിട്ട്, ഏതെങ്കിലും ഒരു റെയിൻഫാളിന്റെ ചിത്രം തന്നിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് 3 റെയിൻഫാൾ ആണ് പഠിക്കാനുള്ളത് അല്ലേ. 3 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ്, റിലീഫ് റെയിൻഫാൾ എന്ന് പറയാറുണ്ട്, പർവ്വത മഴ എന്നൊക്കെ പറയും. സംഭവം സിമ്പിൾ ആണ് അല്ലേ. ഒരു മലയുണ്ടാവും, ഒരു പർവ്വതം ഉണ്ടാവും, ഇവിടെ നിന്ന് എന്ത് വരും, വിൻഡ് വരും, മോയ്സ്ചർ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ നല്ല ജലാംശം അടങ്ങിയിട്ടുള്ള കാറ്റ് വരുന്നു. ഇത് മൗണ്ടൻ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, കാറ്റ് മുകളിലോട്ട് ഉയരുന്നു അല്ലേ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് കണ്ടൻസേഷൻ സംഭവിക്കുന്നു, ഘനീകരണം സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ മഴ ലഭിക്കുന്നു. ഇതാണ് എന്ത്, പർവ്വത മഴ എന്ന് പറയുന്ന ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളത് കൺവെൻഷണൽ റെയിൻഫാൾ ആണ്, സംവഹന വൃഷ്ടി എന്നൊക്കെ പറയുന്നത് അല്ലേ. ഭൗമോപരിതലം ചൂടാകുന്ന സമയത്ത് ഇവിടെയുള്ള വായുവും ചൂടാവും. ആ വായു ചൂടാകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, മുകളിലോട്ട് ഉയരും. ഉറപ്പാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്, വികസിച്ച് മുകളിലോട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, കണ്ടൻസേഷൻ സംഭവിക്കുന്നു, അവിടെ മഴയായിട്ട് പെയ്യുന്നു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ കൺവെൻഷണൽ റെയിൻഫാൾ, സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഇനി ചക്രവാത വൃഷ്ടി, സൈക്ലോണിക് റെയിൻഫാൾ എന്തായിരിക്കും, വാം എയറും ഉണ്ട് അല്ലേ, വാം വിൻഡ് എന്നൊക്കെ പറയുന്ന ചൂടുള്ള കാറ്റുകളുണ്ട്, അതുപോലെ തന്നെ നല്ല കോൾഡ് ആയിട്ടുള്ള കാറ്റുകളുണ്ട് അല്ലേ, നല്ല തണുത്ത കാറ്റുകളുണ്ട്. ഇത് രണ്ടും വരുന്ന സമയത്ത് ഇത് രണ്ട് സന്ധിക്കുന്ന ഒരു സമയമുണ്ട്, കൂട്ടിമുട്ടുന്ന ഒരു സമയം. അങ്ങനെ സമയത്ത് ഈ ചൂടുള്ള വായു എപ്പോഴും മുകളിലോട്ട് പോകാൻ ശ്രമിക്കുക, അത് മുകളിലോട്ട് പോകുന്നു, തണുത്ത വായു താഴോട്ടും പോകുന്നു അല്ലേ. അപ്പം മുകളിലോട്ട് പോയ ചൂടുള്ള വായു എന്താവുന്നു, കണ്ടൻസേഷൻ സംഭവിച്ച് മഴയായിട്ട് പെയ്യുന്നു. ഇതാണ് എന്ത്, ചക്രവാത മഴ അല്ലെങ്കിൽ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഈ 3 മഴകളെ കുറിച്ച് എന്ത് ചെയ്യണം, മക്കൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി 6ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്നാണ് ഇനി വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെതറിംഗ് ആണ്. വെതറിങ്ങും അതിൻ്റെ ടൈപ്സും ഏതൊക്കെയാണെന്നുള്ള അല്ലേ, എത്ര തരത്തിലുണ്ട് അപക്ഷയം എന്നുള്ള കാര്യം കൃത്യമായി പഠിക്കുക. എന്താ വെതറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ശിലകൾക്ക് ഉണ്ടാവുന്ന കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ വെതറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. അതായത് ശിലകൾക്ക് രാസപരമായും ഭൗതികപരമായും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ അപക്ഷയം എന്ന് നമ്മൾ പറയാം. അപ്പോൾ അത് 3 തരത്തിലുണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. അറിയാലോ, ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഇത് 3 എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് പഠിക്കുക. കാര്യം എന്താ വെച്ചാൽ എസ്ഐ ക്വസ്റ്റ്യന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൽ വരാനുള്ള ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ മാസ് വേസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാം. രണ്ടും ഒരേ ഫീൽഡ് ആണല്ലോ അല്ലേ. അപ്പം മാസ് വേസ്റ്റിങ്ങിനെ കുറിച്ചും ചോദിക്കാം, അല്ലെങ്കിൽ എന്തുമായിരിക്കാം, അത് ഉരുൾപൊട്ടലും ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മോഡലിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കേരളത്തിലൊക്കെ കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉരുൾപൊട്ടലിനെ കുറിച്ച്, കേരളത്തിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി വരുന്ന ഭാഗത്തേക്ക് എഴുതി വെക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കേണ്ട എന്താണ്, മാസ് വേസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുക. മാസ് വേസ്റ്റിങ്ങിൻ്റെ കാരണക്കാരൻ ആരാണ്, ഗുരുത്വാകർഷണമാണ്, ഗ്രാവിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഗ്രാവിറ്റി മൂലം എന്ത് ചെയ്യാണ്, മുകളിലുള്ള വസ്തു താഴേക്ക് ഉരുണ്ടിറങ്ങുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ മാസ് വേസ്റ്റിംഗ്, ഭൂതവ്യ ശോഷണം എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട്. അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്, ഇപ്പോൾ ഹെവി റെയിൻഫാൾ, അതിതീവ്ര മഴ, അതുപോലെ തന്നെ ലഘു വിസ്ഫോടനം, മേഘവിസ്ഫോടനം എന്നൊക്കെ പറയും അല്ലേ, ക്ലൗഡ് ബർസ്റ്റ്, അതുപോലെ തന്നെ എർത്ത്ക്വേക്സ് അല്ലേ, ഭൂചലനം അല്ലെങ്കിൽ ഭൂകമ്പം, അങ്ങനെയുള്ള കുറേ കാര്യം. മൺസൂൺ സമയങ്ങളിലൊക്കെ അശാസ്ത്രീയമായിട്ട് പാറ പൊട്ടിക്കുന്നതൊക്കെ അല്ലേ, അൺസൈന്റിഫിക് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ക്വാറിംഗ് ഒക്കെ നടത്തുന്നതൊക്കെ ഇതിൻ്റെ കാരണക്കാരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണമാണ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നത് അൺസൈന്റിഫിക് ആയിട്ട്, ഇതൊക്കെ ഇതിൻ്റെ കാരണമാണ്. അതൊക്കെ മക്കൾ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, മക്കൾ എഴുതി വെച്ചാൽ അതിന് ഫുൾ മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വോൾക്കാനോസിനെ കുറിച്ചാണ്. വോൾക്കാനോസ് ഭയങ്കര അപകടകാരികളാണ്, പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മനുഷ്യർ വന്ന് താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഉപയോഗമാണ് ചോദിച്ചിട്ടുള്ളത്. അത് 2 തരത്തിലും ചോദിക്കാം. അതിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും നിങ്ങളോട് എന്ത് ചെയ്യാം,
ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ മണ്ണാണ് അല്ലേ, അവിടെ നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ്, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആളുകൾ വന്ന് താമസിക്കുന്നത് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്, അഗ്രികൾച്ചറിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണാണ്. മാത്രമല്ല അവിടെ അവിടുന്ന് പുറത്ത് വരുന്ന ഭൂതാപൂർജ്ജം ഉണ്ട് അല്ലേ, അവിടെ എന്താ പറയുക, നമ്മൾ ജിയോ തെർമൽ എനർജി റിലീസ് ആവുന്നുണ്ട്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ ഒരു പേർപ്പസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ അവിടെ മിനറൽസ് ഉണ്ട് എന്നുള്ളതാണ്. ലാവ എന്താണ്? ലാവ റിച്ച് ആണ്, മിനറൽസുമായിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സാധനമാണ് ലാവ എന്ന് പറയുന്നത്. അതവിടെ നല്ലപോലെ ലഭിക്കുന്നുണ്ട്, അതും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളൊന്നും ഒരിക്കലും വിടാതെ എന്ത് ചെയ്യാം മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം വരയ്ക്കും. ബൈ.